സലീം കുമാർ എന്ന ഒരു നടൻ, ഒരു കലാകാരൻ ദേശീയ പുരസ്കാരം വരെ നേടുന്ന അവസ്ഥയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യതിരിക്തനാക്കി നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യമാണ്. എത്ര പ്രതികൂല സാഹചര്യങ്ങളിലാണെങ്കിൽ പോലും, എത്ര വലിയ കലുഷിതമായ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫാസിസ്റ്റ് ശക്തികളും വർഗീയ ശക്തികളുമൊക്കെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിലൊക്കെ പറഞ്ഞ് ആളുകളെ ഭിന്നിപ്പിച്ച് സംഘം കൂട്ടാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥ ഒരു മതേതരവാദിയായി ജനാധിപത്യ വിശ്വാസിയെ പോലെ മുന്നിൽ നിന്ന് രാഷ്ട്രീയം പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ തൊട്ട് മുമ്പ് വരെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിൽ നിന്ന്, പ്രഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പൊളിറ്റിക്കൽ സിനിമയുടെ, ത്രില്ലർ സിനിമയുടെ, ദൃശ്യം 3 പോലുള്ള സിനിമയുടെ ക്ലൈമാക്സ് പോലെ ഏകദേശം 10 ദിവസത്തോളം നമ്മളെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് ആ സന്തോഷിപ്പിക്കുന്ന വിവരം നമ്മളുടെ ചെവികളിലെത്തിയത്. ഏതായാലും നമ്മൾ പറവൂർക്കാർക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ളൊരു മുഖ്യമന്ത്രിയെ കേരളത്തിന് നൽകി. ഞാനിപ്പോ ആലോചിക്കുന്നത്, ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കരുതുക. നേരെ ഓപ്പോസിറ്റ്. 102 സീറ്റില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ സീറ്റുകൾ വന്നാൽ സതീഷ് ചേട്ടൻ്റെ അവസ്ഥ എന്തായിരുന്നേനെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത്രയും റിസ്ക് എടുത്തിട്ട് എന്റെ ഭാവി പോലും കണക്കാക്കാതെ അദ്ദേഹം എടുത്ത വെല്ലുവിളികൾ, അതിന് അഭിനന്ദിക്കാതെ വയ്യ. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാനും പറഞ്ഞിട്ടുണ്ട്, 100 സീറ്റ് ഇടുന്നു എല്ലാ പതിനെട്ട് സ്ഥലങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വി ഡി സതീശൻ എന്ന നേതാവിന്റെ ഒരു ചങ്കൂറ്റം കൊണ്ടായിരുന്നു. മനോരമയിൽ പത്രത്തിൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വി ഡി സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരിചയമുള്ളതിന്റെ പേരിൽ ഒരു ഓർമ്മ ഒന്ന് എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റന്നാളാണ് വന്നെങ്കിൽ ഇന്നാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറയും, ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകണം, ഞാൻ ഇന്ന് തന്നെ എഴുതി തരാമെന്ന് പറഞ്ഞു. അന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് വേണ്ട, നാളെ മതി. ഞാൻ പറഞ്ഞു നാളെ പറ്റൂല, ഞാൻ ഹോസ്പിറ്റലിൽ പോകണം എനിക്ക്. അങ്ങനെ അന്ന് തന്നെ എഴുതി ഞാനത് അയച്ചു കൊടുത്തു, മനോരമയിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവരോട് ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? ഞാൻ പറ്റും, ഇതെന്റെ ചങ്കിൽ നിന്നെടുത്ത വാചകങ്ങളാണ്, അതൊരിക്കലും നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ച് നശിപ്പിക്കേണ്ടി വരില്ല. 2 ദിവസം കഴിഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞു, എന്തായാലും വന്നാലും വന്നില്ലെങ്കിലും ആ ക്യാപ്ഷൻ നന്നായിട്ടുണ്ട്, വനവാസക്കാരന്റെ പട്ടാഭിഷേകം. സത്യത്തിൽ അതാണ് നടന്നത്. വനവാസത്തിന് പോവാൻ നിന്നവരെ നിർബന്ധിച്ച് പട്ടാഭിഷേകം നടത്തിയ ഒരു പറ്റം ജനതയുടെ സായുജ്യത്തിന്റെ കഥയാണ് ഇപ്പോൾ ഇത് നമ്മൾ കാണുന്ന ശ്രീ വി ഡി സതീശൻ. വെൽ ബിഗിൻ ഈസ് ഹാഫ് ഡൺ എന്നാണ് പറയാറ്. നല്ല തുടക്കം പകുതി ചെയ്തതിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ നല്ല തുടക്കമായിരുന്നു. അതിമനോഹരമായിട്ട് ഇനിയുള്ള വർഷങ്ങൾ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ